പൗരത്വ നിയമ ഭേദഗതി നിയമം നിലവിൽ വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇലക്ഷന് മുമ്പേ ഉറപ്പാക്കുമെന്ന് നേരത്തെ ബിജെപി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഇതാ വിജ്ഞാപനം നിലവിൽ വന്നു. വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. സിഎഎ വിജ്ഞാപനം നിലവിൽ വന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അത് നടപ്പാക്കിയിരിക്കുന്നു. പൗരത്വ പട്ടിക രജിസ്ട്രേഷനുള്ള പോർട്ടൽ പോലും കേന്ദ്ര സർക്കാർ ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ആർ കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ ബാബു, സിഎഎ ഇന്ത്യയിൽ നടപ്പാക്കിയിരിക്കുന്നു. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന ഘട്ടത്തിൽ സിഎഎ നിയമം രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നു. വിവാദത്തെ തുടർന്ന് മാറ്റിവെച്ച സിഎഎ നിയമ ഭേദഗതിയാണ് ഇപ്പോൾ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. രാജ്യത്ത് ഈ നിയമം നടപ്പാക്കുന്ന ഘട്ടത്തിൽ വലിയ വിവാദങ്ങളും വലിയ സമരങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. പിന്നീട് ഇത് സാവധാനത്തിൽ നടപ്പാക്കാൻ വേണ്ടി ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. അതാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഈ ദിവസം പൊടുന്നനെ പ്രഖ്യാപിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരമൊരു സൂചനകൾ ഉണ്ടായിരുന്നു. അല്പം മുമ്പ് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതി നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച പ്രധാനമായും 1955 ഇന്ത്യൻ പൗരത്വ നിയമമാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കാണ്, ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള മതവിഭാഗങ്ങൾപ്പെടുന്നവർക്ക്, ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കുന്നവർക്ക് പൗരത്വം നൽകുന്ന നിയമമാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. എന്തായാലും ഏറെ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ഒക്കെ ഇടം നൽകുന്ന ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലേക്ക് കൂടുതൽ സജീവമായി വരാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. കേരളമടക്കം 7 സംസ്ഥാനങ്ങൾ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം ഐകകണ്ഠ്യേനയുള്ള പ്രമേയം പാസ്സാക്കിയിരുന്നു. കേരളവും രാജസ്ഥാനും ഛത്തീസ്ഗഡും അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അങ്ങനെ 7 സംസ്ഥാനങ്ങളാണ് ഇത് നടപ്പാക്കിയിരുന്നത്. കേരളം, ബംഗാൾ, തമിഴ്നാട്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് നടപ്പാക്കിയിരുന്നത്. നേരത്തെ ഈ നിയമം പ്രമേയം പാസ്സാക്കുന്ന സമയത്ത് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അടക്കം കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. ഇപ്പോൾ അവിടെ 2 സ്ഥലങ്ങളിലും BJP ഭരണമാണ്. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളും ഈ പ്രമേയം പിൻവലിച്ചിട്ടില്ല. പക്ഷേ പ്രമേയം പിന്നീട് പിൻവലിച്ചില്ലെങ്കിലും രാജ്യത്തിന്റെ നിയമം പാസ്സാകുമ്പോൾ സ്വാഭാവികമായും ആ നിയമത്തിലേക്ക് ആ പ്രമേയം പിന്നീട് അത് ഒരു ഔദ്യോഗികമായ വിഷയം മാത്രമായി മാറുകയാണ്. എന്തായാലും ഈ നിയമം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ BJP പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം കൂടിയാണ് BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യൻ പൗരന്മാരെ നിശ്ചയിക്കുന്നതിൽ മതത്തിന് പ്രാധാന്യം നൽകുന്ന, അല്ലെങ്കിൽ മതപരമായ വിവേചനം നൽകുന്ന ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനയ്ക്ക് എതിരാണ്, ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ കേസുകളിലൊന്നും സുപ്രീം കോടതി തീരുമാനം എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള BJP-ക്കൊപ്പം നിൽക്കുന്ന പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം ഔദ്യോഗികമായി CAA നടപ്പാക്കുന്നതിനെതിരെ എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ എതിർപ്പ് അടക്കം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചട്ടങ്ങൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ചട്ടങ്ങളിൽ എന്തെല്ലാമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്, ഏതെല്ലാം തരത്തിലാണ് ചട്ടം വന്നത് എന്ന സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഈ സംസ്ഥാനങ്ങളിലെ എതിർപ്പ് മറികടക്കാൻ വേണ്ടി ചട്ടങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അതുകൂടി ഉൾപ്പെടുത്തിയാണോ അല്ലാതെയാണോ ഇപ്പോൾ ചട്ടങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്ന സംബന്ധിച്ച് വ്യക്തതയില്ല. ഇത് സംബന്ധിച്ച വെബ്സൈറ്റിന്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. അതിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ BJP അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം CAA നടപ്പാക്കുന്നു എന്നതുകൂടി വരുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. അത് ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. ഒപ്പം തന്നെ CAA നടപ്പാക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. ഈ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് BJP ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഈ ഘട്ടത്തിൽ. പക്ഷേ CAA സംബന്ധിച്ചും ശക്തമായ എതിർപ്പ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സംസ്ഥാനങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യയിൽ പൗരന്മാരെ നിശ്ചയിക്കുന്നത്. ആ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഇന്ത്യൻ ഭരണഘടന പൗരത്വം നൽകുന്നു എന്ന ഒരു വലിയ ആക്ഷേപമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കും എതിരാണ്, അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ നിഷേധിക്കുന്നതാണ് എന്ന ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതിയിലടക്കം കേസ് നിലനിൽപ്പുണ്ട്. ആ കേസുകളിലൊന്നും ഇതുവരെ വിധി വന്നിട്ടില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ഒരു വലിയ ചർച്ചയാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിന്റെ മതേതര നിലപാടിന് വിരുദ്ധമായി മതം നോക്കി പൗരത്വം നൽകുന്ന നിയമമാണ്. രാജ്യവ്യാപക പ്രതിഷേധമുണ്ടായതാണ് 2019 നമുക്കറിയാം. ഇതിപ്പോൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇന്ത്യ പ്രതികരിക്കുക?
കിരണെ, എത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരിക്കും, ഒരു പ്രതികരണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? വലിയ രീതിയിൽ ഇവിടെ പ്രതിഷേധിച്ച വിഷയമാണ് മതേതര നിലപാടിന് വിരുദ്ധമായി മതം നോക്കിക്കൊണ്ടൊരു നിയമം ഇല്ലെങ്കിൽ പൗരത്വം നൽകുന്ന നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നതാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ, വിജ്ഞാപനം ഇറക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള പ്രതിഷേധങ്ങൾ ഏതു തരത്തിലായിരിക്കും? ധന്യ, ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവുമെന്നതും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ നിർണായകമായ സംസ്ഥാനങ്ങളിലെല്ലാം ഇത് വലിയ ചർച്ചയാവും എന്നത് ഉറപ്പ് തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഇത് മുസ്ലിം വിരുദ്ധമല്ല എന്നുള്ള നിലപാടാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം പരസ്യമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മറ്റു പാർട്ടികളുടെ പ്രതികരണം വന്നിട്ടില്ല. ഇങ്ങനെ ഒരു വിജ്ഞാപനം വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നേരത്തെ മമതാ ബാനർജിയുടെ പ്രഖ്യാപനം വന്നിരുന്നു. ഇത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നുണ്ടെങ്കിൽ, മത താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടികളടക്കം ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടാണ്. കോൺഗ്രസിന്റെ അടക്കം ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടാണ്. ആ വിഷയത്തിലടക്കം ഇനി എന്തായാലും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമം നടപ്പാക്കാൻ രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കിയ ഘട്ടത്തിൽ തന്നെ ആദ്യം കേരളം CAA നടപ്പാക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ഐകകണ്ഠ്യേനയുള്ള പ്രമേയം പാസ്സാക്കിയത്. കേരളത്തിൽ മുഖ്യമന്ത്രി തന്നെ കേരളത്തിൽ ഇത് നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിനുശേഷം 7 സംസ്ഥാനങ്ങൾ കൂടി സമാനമായ രീതിയിലേക്ക് പ്രമേയം പാസ്സാക്കി. ഇന്ത്യയിലെ വലിയൊരു ജനവിഭാഗം, പല സംസ്ഥാന സർക്കാരുകളും പരസ്യമായി എതിർക്കുന്ന ഒരു തീരുമാനമാണ്. കേന്ദ്ര സർക്കാർ അത്തരമൊരു ചർച്ചകളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സമവായവും ഉണ്ടാക്കാതെ ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് BJP ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണിത്. BJPയുടെ പ്രധാനപ്പെട്ട 3 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുക എന്നുള്ളതും, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളതും, പൗരത്വ നിയമ ഭേദഗതി എന്നതും. ഈ 3 വാഗ്ദാനങ്ങൾ ഞങ്ങൾ നടപ്പാക്കുന്നു എന്നതും ഉയർത്തിക്കാട്ടിക്കൊണ്ടാവും BJP പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന വിഭാഗം മുസ്ലിം മതവിഭാഗമാണ് എന്ന തരത്തിലേക്കടക്കം ഉള്ള ചർച്ചകളും അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള സന്ദേഹങ്ങളും അത്തരത്തിലേക്കുള്ള ആരോപണങ്ങളും ഒക്കെയാണ് പ്രധാനമായും ഉയർന്നിരുന്നത്. നിയമ പോരാട്ടത്തിനടക്കം ഇത് വഴി തുറന്നിട്ടുണ്ട്. നിരവധി ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന 1955 പൗരത്വ നിയമത്തിലടക്കം ഏതെങ്കിലും തരത്തിൽ മതപരമായ ഒരു വിഷയം ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിന് ബാധകമാകരുത്. അയാൾ ഏതു മതത്തിൽപ്പെട്ടയാളായിക്കോട്ടെ, അങ്ങനെ ആ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകരുത് എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മതത്തെ പൗരത്വത്തിന് അടിസ്ഥാനമാക്കുന്നില്ല എന്ന തത്വത്തിൽ നിന്ന് മാറിക്കൊണ്ട് മതത്തെ പൗരത്വത്തിന് അടിസ്ഥാനമാക്കുന്നു, മുസ്ലിം മതത്തെ ഒഴിവാക്കുന്നു എന്നല്ല പറയുന്നത്. ഈ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ പീഡിപ്പിക്കപ്പെടുന്ന മത ന്യൂനപക്ഷ വിഭാഗങ്ങൾപ്പെടുന്നവർക്കാണ് ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി മതവിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകുക. അവർക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് പൗരത്വം ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ വർഷങ്ങളായി ഇന്ത്യയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരായ അത് അവർക്ക് ദീർഘകാല വിസ ലഭിച്ചാൽ മാത്രമാണ് ഇന്ത്യൻ പൗരന്മാരാകാം. അതിന് നടപടിക്രമമുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ നിയമം കൊണ്ടുപോകുന്നത്. ഈ നിയമം മുസ്ലിങ്ങളെയും ഇല്ലെങ്കിൽ ദളിതുകളെയും മറ്റു പിന്നോക്കക്കാരെയും ഒക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതല്ലേ? ധന്യ, അത്തരത്തിലുള്ള സന്ദേഹങ്ങളും അത്തരത്തിലുള്ള ആരോപണങ്ങളുമാണ് നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ അത്തരത്തിലുള്ള സന്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ഇത് ഒരു മതവിഭാഗത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ്. ഒരു രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ മനുഷ്യരിൽ ഒരു മതത്തിൽപ്പെട്ടവരെ മാത്രം ഒഴിവാക്കുന്നു, മറ്റു മതത്തിൽപ്പെട്ടവരെ ഇന്ത്യയിൽ പൗരത്വം നൽകുന്നു. അപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുക എന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്ന തരത്തിലേക്ക് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടക്കഘട്ടത്തിൽ ഡൽഹിയിലടക്കം നമ്മൾ കണ്ടതാണ്. നിരവധി പ്രക്ഷോഭങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങൾ, തെരുവിലിറങ്ങിയുള്ള വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നതാണ്. രക്തരൂക്ഷിതമായ പ്രക്ഷോഭങ്ങളിലേക്കും ഒക്കെ ഇത് കടന്നുപോയതാണ്. അതിനുശേഷമാണ് കോവിഡ് കാലമായിട്ട് ഈ പ്രക്ഷോഭങ്ങളെല്ലാം അടങ്ങിയത്. അതിനുശേഷം പിന്നീട് ഇതിന്റെ രാജ്യസഭയും ലോക്സഭയും 2020-ലും 2021-ലുമായി രാജ്യസഭയിലും ലോക്സഭയിലും നിയമം പാസാക്കി. അതോടുകൂടി നിയമം നടപ്പാക്കാൻ വേണ്ടിയുള്ള നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിയിരുന്നു. അതിനുശേഷം ചട്ടങ്ങൾ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ BJP അനുകൂല സംസ്ഥാനങ്ങൾ തന്നെ, അല്ലെങ്കിൽ BJP മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലേക്കുള്ള വലിയ കുടിയേറ്റങ്ങളൊക്കെ കാലാകാലങ്ങളായുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എതിർപ്പ് പ്രധാനമായും ഉയർന്നത്. ഇതേ തുടർന്ന് നിയമം തൽക്കാലം നടപ്പാക്കുന്നത് നീട്ടിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഈ
അവസാന ഘട്ടത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ മാത്രമാണ് ബാക്കിയുള്ളത്. ഏത് സമയത്തും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാം എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു നിയമം ഈ ഘട്ടത്തിൽ നടപ്പാക്കുമ്പോൾ അത് രാജ്യത്ത് വലിയ തോതിൽ ചർച്ചയാവാനും BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സ്ഥിതി ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു ചട്ടങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് അങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇനി ഏത് തരത്തിലാവും പ്രതിപക്ഷ പാർട്ടികളും BJPയും ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നത് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും കാത്തിരുന്നു തന്നെ നമുക്ക് കാണേണ്ടി. ശരി കിരൺ, പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ PK കുഞ്ഞാ